പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ വിഷയം ഒന്ന് പൂർത്തീകരിച്ച് നമുക്ക് ദുആയിലേക്ക് കടക്കാം. വലിയ എന്ന് പറഞ്ഞാൽ അൽ ആരിഫു ബില്ലാഹി വസിഫാതിഹി, അല്ലാഹുവിനെ അല്ലാഹുവിന്റെ സിഫത്തുകളെ കൊണ്ട് അറിഞ്ഞു വിശ്വസിക്കണം. പറഞ്ഞത് വിശ്വാസം കൃത്യമാവണം വലിയാവണമെങ്കിൽ. ഇപ്പണ്ടിങ്ങനെ കുറെ കള്ളജാടകള്, നിസ്കാരം നിർബന്ധമില്ല, പല ജാതി വാദഗതികളും ഏറ്റെടുക്കണേ. പല വിശ്വാസമൊക്കെ പരിശോധിച്ചാൽ അൽ ആരിഫു ബില്ലാഹി വസിഫാതിഹി കണ്ടെത്താൻ കഴിയൂല. അപ്പോഴേ വലിയാവുള്ളൂ. അള്ളാഹു ആരാണ് എന്ന് അവന്റെ സിഫത്തുകളെ കൊണ്ട് അറിയണം. അള്ളാഹിന്റെ സിഫത്തുണ്ടാ. ചില ആളുകളൊക്കെ അള്ളാഹ്ക്ക് കണ്ണുണ്ട്, അള്ളാഹ്ക്ക് മൂക്കുണ്ട്, അള്ളാഹ്ക്ക് കൈയുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മുജസ്സിമത്തിന്റെ വാദം വാദിക്കുന്ന എന്നിട്ട് പോകാൻ വലിയ ഔലിയെ എന്താ ഔലിയവോ ഇങ്ങനത്തെ കള്ളവാദങ്ങൾ വാദിച്ച് അതുകൊണ്ട് വലിയാണോ എന്ന് പരിശോധിക്കുമ്പോ ഒന്നാമത്തെ വിശേഷണം നമ്മൾ നോക്കല് അൽ ആരിഫു ബില്ലാഹി വസിഫാതിഹി, അവന്റെ വിശ്വാസം ശരിയാണോ? അല്ലാഹു തആലക്ക് വാജിബായ 20 സിഫത്ത്, മുസ്തഹീലായ 20 സിഫത്ത്, ജായിസായ ഒരു സിഫത്ത്, ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അസ്മാഉൽ ഹുസ്നയിൽ പറഞ്ഞ വിശേഷണങ്ങളുണ്ട്. ഇന്ന ലില്ലാഹി 99 ഇസ്മാ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. 99 നാമങ്ങൾ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടാൽ അവൻ സ്വർഗ്ഗത്തിൽ കടന്നുപോയി എന്ന് വിശേഷിപ്പിച്ച വിശേഷണങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അൽ ആരിഫു ബില്ലാഹി വസിഫാതിഹി, സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം കൃത്യമാണോ? ഒരു വലിയനെ കുറിച്ച് ഒന്നാമത്തെ ചെക്കിങ് വിശ്വാസിയാണോ? ഇതാ നോക്കുക, ഇതാണ് നമ്മൾ പരിശോധിക്കുക. കരകളഞ്ഞ വിശ്വാസിയാണോ? ഇതാണ് വലിയന്റെ ഒന്നാമത്തെ വിശേഷണം, അൽ ആരിഫു ബില്ലാഹി വസിഫാതിഹി. രണ്ടാമത് എന്താ പറഞ്ഞത്? അൽ മുവാലിബു അല തആത്ത്, വഴിപാടുകളുടെ മേലിൽ ഓരോ സെക്കൻഡുകളും ഫർളുകളും സുന്നത്തുകളും മാത്രം ചെയ്യുന്ന ജീവിതം, ഫർളും സുന്നത്തും മാത്രം പ്രവർത്തിക്കുന്ന ജീവിതം. അൽ മുവാലിബു അല തആത്ത്, അത് രണ്ടാമത്തെ വിശേഷണം. ഒന്നാമത്തേത് വിശ്വാസം, അൽ ആരിഫു ബില്ലാഹി വസിഫാതിഹി. അള്ളാഹ്ക്ക് കുറെ സിഫത്തുകളുണ്ട്, അള്ളാഹിനെ അറിഞ്ഞു പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് അക്ഷരം, അതായി കുട്ടികൾ പഠിക്കുന്നത്. ആ അഖീദ ശരിയാവണം, ആ വിശ്വാസം ക്ലിയർ ആവണം. ഇന്നിപ്പോ പല വിശ്വാസി ചില ശൈഖന്മാരെ അടുത്തൊക്കെ പോയാല് എന്താ അവരൊക്കെ കഥ, അവർക്ക് വിശ്വാസം എന്താണെന്ന് അറിയില്ല. വിശ്വാസപരമായ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയൂല. അങ്ങനത്തെ ശൈഖന്മാരപ്പം എന്നുള്ളത് ചോദിച്ചാൽ പറയാൻ അറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ ഞാൻ വളരെ വിശാലമായ ആലിമീങ്ങൾ ചർച്ച ചെയ്ത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. സാധാരണക്കാരൻ ഉൾക്കൊള്ളണം. നിങ്ങൾ എവിടെയെങ്കിലും പോയി വല്ല തട്ടിപ്പും താളും കാണുന്നവരുടെ കൂടെ പോകരുത്. അങ്ങനെ ഒരു സംഭവം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, വിശ്വാസം ക്ലിയർ ആവണം. രണ്ടാമത്തേത് അൽ മുവാലിബു അലസ് തആത്ത്, ജീവിതം വഴിപാടായി മാറണം. മൂന്നാമത്തെ വിശേഷണം അൽ മുതജന്നിബു അനിൽ മആസി, തമ്മാടിത്തരങ്ങൾ വെടിഞ്ഞവനാകണം. തെമ്മാടിത്തരങ്ങൾ വെടിഞ്ഞവനാകണം. പെണ്ണിന്റെ അന്യ പെണ്ണിന്റെ കൈ പിടിക്കുക, ബന്ധമില്ല. അന്യ പെണ്ണിന്റെ കൂടെ ഇരിക്കുക, ബന്ധമില്ല. അന്യ പെണ്ണുങ്ങളെ ഒപ്പം നടക്കുക, ബന്ധമില്ല. ഇങ്ങനെയുണ്ട് കുറെ ഔലിയാക്കൾ ഇറങ്ങിയിട്ട്, ഇങ്ങനെ കുറെ ത്വരീഖത്തുകാരിറങ്ങിയിട്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ പല ജാതി ജൂദാസുകളും ലോകത്ത് പ്രത്യക്ഷപ്പെട്ട കാലഘട്ടത്തിൽ മഹാനായ തഫ്താസാനി ഇമാം വളരെ ലളിതമായ ഭാഷയിൽ ഒലി ആരാണെന്ന് പഠിപ്പിക്കുന്നു. ആരാണ്? വൽ മുതജന്നിബു അനിൽ മആസി, ഒരു പാപങ്ങളും ഒരു ദോഷങ്ങളും ചെയ്യാതെ ജീവിച്ച വ്യക്തി, അവനെ വലിയായി മാറൂ. നാലാമതൊരു വിശേഷണം പറഞ്ഞു. ഇത് മാത്രം പോരാ. അൽ മുഅ്രിദു അനിൽ ഇൻഹിമാക്കി ഫിൽ ലദ്ദാതി വശഹവാത്ത്. അൽ മുഅ്രിദു, തിരിഞ്ഞു കളയണം. അനിൽ ഇൻഹിമാക്കി ഫിൽ ലദ്ദാതി വശഹവാത്ത്, പൂതി ഇച്ഛകള്. പൂതി ഇച്ഛ എന്ന്, പൂതി ഇച്ഛന്റെ ലോക. ഞാനിപ്പോ നാള് എന്റെ കോളേജില് ഒരു കുട്ടി സെലക്ഷന് വന്നപ്പോ, സെലക്ഷന്റെ ഭാഗമായിട്ട് കുട്ടികളോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ ഒരു കുട്ടിയോട് ചോദിച്ചു,
നിങ്ങൾക്ക് ആരോടാണ് ഏറ്റവും തൃപ്തി എന്ന് ചോദിച്ചു. സെലക്ഷന്റെ ഭാഗമായിട്ട് ചോദിച്ചതാ. എല്ലാരോടും ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് ഒരാളോട് ചോദിച്ചു എനിക്ക് ആരോടാന്ന് ചോദിച്ചു. വന്ന് എണിച്ചെന്ന് പറഞ്ഞു എനിക്ക് നെയ്മറോടാണ്. അപ്പൊ രണ്ടാമത്തെ കുട്ടി ഉടനെ പറഞ്ഞു എനിക്ക് മെസ്സിയോടാണ്. അങ്ങനെ ഒരുപാട് താരങ്ങൾ അവിടെ പറഞ്ഞു. ഇന്ന് ലോകത്തിന്റെ സ്നേഹം അങ്ങനെയാണ്. ഞാൻ കുറ്റപ്പെടുത്തിയല്ല, നമ്മളൊക്കെ സ്നേഹം അങ്ങനെയാണ്. ഇന്ന് സ്നേഹം റസൂലുള്ളാഹിനോടല്ല, അല്ലാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്ന ഹൃദയം ഇന്നില്ല. ഇന്ന് ലദ്ദാത്ത് ഷഹവാത്തിൽ പൂണ്ട് പിടിച്ച കാലമാണ്. വലിയാകൂല, വിലായത്ത് കിട്ടൂല. വിലായത്ത് കിട്ടണമെങ്കിൽ അൽ മഅ്രിളു അനിൽ ഇൻഹിമാക്കി ഫിൽ ലദ്ദാത്തി വശഹവാത്ത്, പൂതി ഇച്ഛകളിൽ പെട്ടുപോകലിനെ പൂണ്ടുപിടിക്കലിൽ നിന്ന് തിരിഞ്ഞു കളയണം. പല ഇപ്പിച്ച് ഞാൻ പോണോടത്ത് പല രസങ്ങളുണ്ടാവും, കഴിച്ചിട്ട പെണ്ണുങ്ങളുണ്ടാവും, അതൊരു രസമാണല്ലോ അല്ലേ? അങ്ങനെ പല ജാതി ലദ്ദാത്തുകൾ കുടിക്കണോടത്തുണ്ടാവും, തിന്നണോടത്തുണ്ടാവും. അങ്ങനെ ചിലവർ കഞ്ചാവാ വലിക്കല്, അതിപ്പോ ലദ്ദാത്താണ്, ലദ്ദാത്തായി മാറിപ്പോ. ചിലവർ കള്ളാണ് കുടിക്കല്. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം, ട്രെൻഡ് അങ്ങനെയാണ്. ചിലർ കാണും പെണ്ണും കൂടി ഒരു പ്രത്യേകമായ ഇപ്പൊ ഈ ഓഡിറ്റോറിയത്തിലൊന്നും കല്യാണത്തിന് ഒരു ഹുർമത്തുള്ളവർക്ക് പോകാൻ കഴിയൂല. ഇവിടൊക്കെ എങ്ങനെയാണ് അറിയില്ല, നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോ അങ്ങനെയാണ് ട്രെൻഡ്. ആണും പെണ്ണും കൂടി ഒരു ജഗപൊകയിക്കാരൻ. എന്നിട്ട് അതിനായിട്ട് കുറച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും വരും ചെയ്യും. അതാണ് ഇപ്പത്തെ കല്യാണം. പള്ളിക്കല ഉസ്താദെങ്ങാനും ഞാൻ വരൂലെന്നേറ്റ് പറഞ്ഞാൽ പിരിച്ചു വിടും ചെയ്യും. ഇപ്പൊ എന്താ കാട്ടുക? പള്ളിക്കല ഉസ്താദേറ്റ് പറയാണ് എനിക്ക് ആ ജയിലിൽ വരാൻ കഴിയൂലെന്ന് പറഞ്ഞാൽ പിരിച്ചു വിടും ചെയ്യും. അതും ബേജാർ. എന്ത് ചെയ്യും? എന്താ ഇനിയിപ്പോ നമ്മള് കാട്ടുക? ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം വളർന്ന് ഇനിയിപ്പോ ഈ കുട്ടികളെ കാലൊക്കെ വരുമ്പോ എന്താണ് ഇനി ഇവിടെ വരികയെന്ന് പറയാൻ പറ്റൂല. അല്ലാഹു നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം അല്ലാ, നീ ഞങ്ങളെ സലാമത്താക്കണം അല്ലാ. ഈ സ്ഥാപനം, ഈ മഹല്ലൊക്കെ ഒരു നല്ല നാടും നല്ല മഹല്ലുമായി അല്ലാഹു ആക്കി തീർക്കട്ടെ, നല്ല നാട്ടുകാരാക്കട്ടെ. പറ്റൂല. ഒലിയാവണമെങ്കിൽ അൽ മഅ്രിളു അനിൽ ഇൻഹിമാക്കി ഫിൽ ലദ്ദാത്തി വശഹവാത്ത്, അതിലൊന്നും എന്താടില്ല, ലദ്ദത്തും ശഹവത്തും പാടില്ല. ഇനി അതും വിട്ടാളിങ്ങള് ഇപ്പൊ സ്വന്തം കിടപ്പറയിൽ വന്നാൽ ഏറ്റവും വലിയ കൂട്ടുകാരനാരാ? മൊബൈലാ അല്ലേ? എങ്ങനെയാണല്ലോ ഇപ്പൊ. ഈ മൊബൈലിൽ എന്താ കാണുന്നത്? ലൈറ്റ് ഉറങ്ങാൻ കിടക്കുമ്പോ ജനറൽ ലൈറ്റ് കണ്ട് ഓഫാക്കിയാൽ എല്ലാരും മുഖം പ്രകാശിക്കുമ്പോ, ജനറൽ ലൈറ്റ് ഓഫായാൽ എല്ലാരും മുഖം പ്രകാശിക്കും. നിങ്ങളെ അടുത്ത കൊല്ലം ഇന്നെ ഉറൂസിന് വിളിക്കണം എന്ന അഭിപ്രായം എനിക്കില്ല. പറഞ്ഞു മനസ്സിലായി? ജനറൽ ലൈറ്റ് ഓഫാക്കിയാൽ ആണും പെണ്ണും വെല്ലിപ്പും വെല്ലിമ്മയും മുഖം ഇങ്ങനെ പ്രകാശിക്കുക. എന്നിട്ട് തസ്ബീമാലാണ് ലൈറ്റ് കടത്തി അങ്ങനെ കത്തുന്ന. ആർക്കും ശല്യമില്ല. അള്ള പടച്ച നരമ്പിന്റെ പുറമെ ഒരു നരമ്പ്, ഇപ്പൊ നരമ്പും വേണ്ട, ഒരു കൊക്ക അങ്ങനെ വെച്ചാൽ മതി. ഇപ്പൊ നരമ്പിന്റെ ആവശ്യമില്ല, ആർക്കും ഒരു ശല്യമില്ല. എന്നിട്ട് ഈ ലോകത്ത് കണ്ട് ഇറങ്ങിയിട്ട് ഇപ്പൊ എന്തായി? ഇവിടെ കൊറോണ വന്നു. അനുഭവപ്രിയമുള്ളവര്, കൊറോണ വന്നപ്പോ എല്ലാരും അകത്തിരുന്നു, പുറത്തിറങ്ങാൻ വയ്യാതായി. അപ്പൊ ചിലരൊക്കെ പുറത്ത് ബന്ധപ്പെടാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തുടങ്ങി. അങ്ങനെ ട്രെൻഡ്. മൗലമാരുണ്ട്, മൗലവിമാരുണ്ട്, മാസ്റ്റർമാരുണ്ട്, അഡ്വക്കറ്റുമാരുണ്ട്, പല സൈസ് ആളുകളുണ്ട് യൂട്യൂബ് ചാനൽ. എന്നിട്ട് ഈ യൂട്യൂബ് ചാനലിൽ എന്താ ചെയ്യണത്? ഖുർആനോ ഹദീസോ വല്ല ഉസ്താദുമാര് വിശദീകരിച്ച് എന്തെങ്കിലും ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ക്ലിപ്പിട്ട് പരിഹസിക്കുക. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ പരിഹസിക്കുക, പരിഹാസം മാത്രം. ഇന്നിപ്പോ അതാണല്ലോ ഹോബി. ഇന്ന് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ നിൽക്കുമ്പോ തന്നെ പേടിയാണ്. പരിഹാസം മാത്രമേ കാരണം പ്രസംഗത്തിൽ ഉണ്ടാവുക. നാടിന് ആവശ്യമില്ല, പറയുന്നവരുണ്ടാവാം, ഞാൻ കുറ്റപ്പെടുത്തിയല്ല. എല്ലാ തുറയിലും പരിഹാസമായി പോയി. ഇങ്ങനെ പരിഹസിച്ച് ഇങ്ങനെ ലദ്ദാത്ത് ഷഹവാത്തിൽ മുൻഹമിക്കാകുന്ന ഒരവസ്ഥ ഇന്ന് ലോകത്ത് വന്നപ്പോ ഔലിയാക്കളൊന്നും ഇല്ലാതായി. മൊലേരും ഒലിയാകണില്ല, തങ്ങളും ഒലിയാകണില്ല, ആചാരും ഒലിയാകണില്ല, ആർക്കും പോലി മർത്തബ കിട്ടണില്ല. അഭിനയിച്ചിട്ട് കാര്യമില്ല, ഇത് കിട്ടണം. അതുകൊണ്ട് ഈ വിശേഷണങ്ങൾ നമ്മൾ ഒക്കണം. ഒന്ന്, വിശ്വാസം ക്ലിയർ ആവണം. അൽ ആരിഫു ബില്ലാഹി വസിഫാത്തിഹി, അല്ലാഹനെ അറിയേണ്ട മാതിരി അറിഞ്ഞ് അല്ലാഹനെ വിശ്വസിക്കേണ്ട മാതിരി വിശ്വസിക്കണം. അതിന്റെ അങ്ങേപുറത്ത് പറ്റൂല.
രണ്ടാമതായി വേണ്ടത് അൽ മുവാലിബു അല ത്വാഅത്ത്, വഴിപാട് എല്ലാ സെക്കൻഡും സുന്നത്തും ഫർളും ആവണം ജീവിതം. മൂന്നാമതായി വേണ്ടത് വൽ മുതജന്നിബു അനിൽ മആസി, പാപങ്ങൾ അണുമണി തൂക്കം പാടില്ല, പാപങ്ങളിൽ നിന്ന് വിമുക്തി വേണം. നാലാമത് വേണ്ടത് അൽ മുഅ്രിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാതി വശഹവാത്ത്, ഇച്ഛകളിൽ പൂണ്ടുപിടിക്കലിനിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം.